ചേട്ടാ, കഴിഞ്ഞ ദിവസം ആലുവയിലെ ലോഡ്ജ് മുറിയിൽ ഒരു കൊല്ലം സ്വദേശിനിയായ സ്ത്രീ മരണപ്പെട്ടു. ഈ സ്ത്രീയുടെ ആൺസുഹൃത്തായ നേര്യമംഗലം സ്വദേശി പിടിയിലായിട്ടുണ്ട്. ഇദ്ദേഹം ഈ കൊലപാതകം ചെയ്തതിന് ശേഷം ഇത് വീഡിയോ കോൾ വഴി മദ്യലഹരിയിൽ ഇത് ഇയാളുടെ മറ്റ് സുഹൃത്തുക്കൾക്ക് കാണിച്ചു കൊടുക്കുകയും ആ സുഹൃത്തുക്കൾ വഴിയാണ് ഇത് പോലീസിലേക്ക് വിവരം ചെല്ലുന്നത്. അങ്ങനെയാണ് ഇയാൾ അറസ്റ്റിലാകുന്നത്. എന്തൊക്കെയാണ് ഇത്? നമ്മുടെ ആലുവ തായ്സ് ടെക്സ്റ്റൈൽസ് അതിൻ്റെ ഓപ്പോസിറ്റുള്ള ലോഡ്ജാണ് ഈ തോട്ടുങ്കൽ ലോഡ്ജ്, സാൻഡോ കോംപ്ലക്സിലുള്ള. അവിടെയാണ് ഈ സംഭവം ഉണ്ടായത്. 25-ാം നമ്പർ മുറിയിൽ ഇവരവിടെ സ്ഥിരമായിട്ട് മുറിയെടുക്കുന്നവരാണ്. ഒരാളുടെ പേര് അഖില കൊല്ലം കുണ്ട്ര സ്വദേശിനിയാണ്. അവരിവിടെ വാഴക്കുളത്തെ ഒരു ഹോസ്റ്റലിലെ വാർഡനായിരുന്നു. ഈ ബിനു ഇടുക്കി നേര്യമംഗലം സ്വദേശിയാണ്. ഇയാൾ അവിടെ മൊബൈൽ ടവർ മെയിൻ്റെനൻസ് നടത്തുന്ന ഒരു കമ്പനിയിലെ ഡ്രൈവറാണ്, സ്ഥിരം മദ്യപാനിയുമാണ്. അപ്പോൾ അത്തരത്തിൽ ഉള്ള ഒരാളാണ്. അപ്പോൾ ഇവർ തമ്മിൽ പരിചയപ്പെടുന്നത് ഏതാണ്ട് 1 വർഷം മുമ്പാണ്. ഇവർ പരിചയപ്പെടുന്നത് ഇപ്പം നമുക്ക് എപ്പോഴും അപകടം ഉണ്ടാക്കി തരുന്നൊരു സാധനമാണല്ലോ. ഉപകാരം ഉണ്ടാകുന്നുണ്ട്, പക്ഷേ അതിനെപ്പോലെ തന്നെ ഉപദ്രവവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഇൻസ്റ്റഗ്രാം വഴിയാണ് ഇവർ പരിചയപ്പെടുന്നത്. ഒരാൾക്ക് 38 വയസ്സ്, രണ്ടാമത്തെ ആൾക്ക് 35 വയസ്സ്. പോലീസിൻ്റെ രേഖപ്രകാരം അഖിലയ്ക്കാണ് 38 വയസ്സ്, ബിനുവിന് 35 വയസ്സാണ് പ്രായം. 1 വർഷത്തിന് മുമ്പ് ഇവർ പരിചയപ്പെടുന്നു. ഈ പരിചയപ്പെട്ട ശേഷം ഇവർ സ്ഥിരമായിട്ട് ഇതേ ലോഡ്ജിൽ മുറിയെടുക്കുന്നു, ഇതേ ലോഡ്ജിൽ. അപ്പോൾ അവിടുത്തെ ഒരു റിസപ്ഷനിസ്റ്റ് ഉണ്ട്, ബിജു. അയാളാണ് പോലീസിലെ ഈ കേസിലെ പ്രധാനപ്പെട്ട സാക്ഷി. ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷികളിൽ ഒരാൾ ഇയാളാണ്. പിന്നെ ഇയാളുടെ സുഹൃത്തും അയാളെ പിടിച്ച് കേസിൽ സാക്ഷിയാക്കിയിട്ടുണ്ട്. ആ സാക്ഷി ചിലപ്പോൾ കൂറുമാറുമോ എന്നുള്ള സംശയമുള്ളതുകൊണ്ടാണ് ബിനുവിനെ പ്രധാന സാക്ഷിയാക്കി പോലീസ് വച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ബിനുവിലെ അടുത്തേക്ക് ഈ ബിജുവിനെ പ്രധാന സാക്ഷിയാക്കി വെച്ചിരിക്കുന്നത്. ഈ ബിജുവിൻ്റെ അരികിലേക്കാണ് ഇവർ മിക്കപ്പോഴും വരുന്നത്. ഇവർ 1 വർഷത്തോളമായി വരുന്നുണ്ട്. 2024 മുതൽ ഇവരവിടെ മുറിയെടുക്കുന്നുണ്ട്. ഈ മുറിയെടുക്കുമ്പോഴൊക്കെ തന്നെ ഈ മുറിക്ക് പൈസ കൊടുക്കുന്നത് അഖിലയാണ്. അഖില മുറിക്ക് പൈസ കൊടുക്കും, ഈ ബിനുവും എത്തും. ഇവർ മിക്കപ്പോഴും 5 ദിവസത്തോളമൊക്കെ അവിടെ താമസിക്കാറുണ്ട് എന്നുള്ളതാണ് ആ ലോഡ്ജിൻ്റെ രേഖപ്രകാരം ഉള്ളത്. ആ രേഖപ്രകാരം പറയുന്നത് അങ്ങനെയാണ്. പോലീസ് അത് എടുത്ത് നോക്കിയായിരുന്നു. അപ്പോൾ ഏകദേശം 1 കൊല്ലത്തോളമായിട്ട് അവരവിടെ മുറിയെടുക്കുന്നുണ്ട്. റിസപ്ഷനിൽ നിൽക്കുന്ന ബിജു ഇത് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് സമാനമായിട്ടുള്ളൊരു കൊലപാതകം മുമ്പ് നടന്നിട്ടുണ്ട്. ആ കഥ നമുക്ക് പിന്നെ പറയാം. ആ കഥയാണ് പിന്നീട് കേരള ക്രൈം ഫയൽസ് എന്ന് പറയുന്ന ഒരു സീരീസ് ഉണ്ടായിരുന്നല്ലോ, ഒരു ക്രൈം, പിന്നെ OTT-യിൽ വന്നതാണ്. അതിൽ പറയുന്ന കൊലപാതകം ഇവിടെ നമ്മുടെ എറണാകുളത്ത് സംഭവിച്ചതാണ്. ഇവിടെ നമ്മുടെ പോലീസ് സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റ് ലോഡ്ജിൽ സംഭവിച്ച ഒരു കൊലപാതകമാണ് അത് പിന്നീട് ആ സിനിമയുടെ ഭാഗമായിട്ട് മാറിയത്. അപ്പോൾ അതിന് സമാനമായിട്ടുള്ളൊരു കൊലപാതകമാണ് ഇത്. അതിലും അത് ഈ സാരി ചുറ്റി കൊലപ്പെടുത്തുകയായിരുന്നു. ആ സ്ത്രീയെ സാരി ചുറ്റിയാണ് കൊലപ്പെടുത്തിയത്. ഇത് ചുരിദാറിൻ്റെ ഷോളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൻ്റെ കാരണമെന്ന് പറയുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇവർ തമ്മിലുള്ള ബന്ധത്തിൽ ഉലച്ചിൽ ഉണ്ടായിട്ടുണ്ട്. ഇയാൾക്കിതൊരു താൽക്കാലിക സംവിധാനമാണ് ഈ ബിനുവിന്. അതേസമയം അഖില ഒരു വിവാഹത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ഈ ആഗ്രഹം ഉള്ളതുകൊണ്ട് വിവാഹം ചെയ്യണമെന്ന് പലതവണ അയാളോട് ആവശ്യപ്പെട്ടെങ്കിലും അയാൾ അതിന് തയ്യാറായില്ല. അയാൾ തയ്യാറായില്ല എന്ന് മാത്രമല്ല, അയാൾ ഇതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറുകയും ചെയ്യും. പിന്നെ ഇവർ വിളിക്കുമ്പോഴൊക്കെ തന്നെ മുറിക്കിൽ വന്ന് താമസിക്കാൻ തയ്യാറാവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ, അഖിലയാണ് പൈസ കൊടുക്കുന്നതെന്ന് പറയുമ്പോൾ ഇതിനു വേണ്ടിയുള്ള ചിലവെല്ലാം നടത്തുന്നത്, ഈ ബിനുവിൻ്റെ അടക്കം ചിലവ് നോക്കുന്നത് ഇപ്പോൾ അഖിലയാണെന്ന് വേണം അനുമാനിക്കുക. അപ്പോൾ അങ്ങനെ മുറിയെടുത്തുകൊണ്ടേ ഇരിക്കുന്ന കൂട്ടത്തിലാണ് ഈ ആവശ്യം ഉയർന്നു വരുന്നത്. ഇതിനോട് ഈ ബിനു എതിർപ്പ് പുലർത്തി തുടങ്ങി. അതിന് പിന്നാലെ ഈ അഖില എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അഖില നേരെ നേര്യമംഗലത്ത് പോയി അവിടെ ഇയാളുടെ ബന്ധുക്കളെ പോയി കണ്ടു. ബന്ധുക്കളോട് ഈ വിഷയമൊക്കെ പോയി സംസാരിച്ചു. ഇയാളിത് അറിഞ്ഞില്ല. ഈ ബിനു എന്ന് പറയുന്ന കഥാപാത്രം ഈ സംഭവം അറിഞ്ഞില്ല. അപ്പോൾ താനും ഇതുപോലെ ബിനുവും തമ്മിൽ പ്രണയത്തിലാണെന്നും എന്നൊക്കെ പറഞ്ഞാണ് ഈ അഖില അവിടെ പോയത്. ഇതുകൂടാതെ ഈ ബിനുവുമായി ചുറ്റപ്പെട്ട് നിൽക്കുന്ന പലരെയും വിളിച്ച് ഈ കാര്യം അഖില പറയുകയുണ്ടായി. അത് പ്രധാനമായും ഈ ബിനുവിൻ്റെ സുഹൃത്തുക്കളെയൊക്കെ വിളിച്ചാണ്
ഇതിനെക്കുറിച്ച് ഈ അഖില ഷെയർ ചെയ്തത്. ഇതൊക്കെ ഇയാൾക്ക് ഭയങ്കര പ്രൊവോക്കേഷൻ ഉണ്ടാക്കി. ഇപ്പോൾ കഴിഞ്ഞ 3-ാം തീയതി ഇതുപോലെ അഖില ഈ റിസപ്ഷനിൽ വിളിക്കുകയും ഈ ബിജു എന്ന് പറയുന്ന ആളോട് തങ്ങൾ ഇന്ന് വരും എന്ന് പറയുകയും ചെയ്തു. എന്നാൽ രാത്രിയിൽ സമയം കഴിഞ്ഞിട്ട് ഇവർ വരുമെന്ന സമയം കഴിഞ്ഞിട്ടും വരാതിരുന്നതോടുകൂടി ഈ ബിജു എന്ന് പറയുന്ന അവിടുത്തെ ജീവനക്കാരൻ അഖിലയെ വിളിച്ചു. അഖിലയെ വിളിച്ചപ്പോൾ അഖില പറഞ്ഞു, ഞാൻ അവിടേക്ക് വരാം, ഈ ബിനു ആലുവ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് എന്നോട് വഴക്കിട്ട് പോയി എന്ന് പറഞ്ഞു. അതിനുശേഷം ഈ പിണക്കം മാറി വന്നോളും, മദ്യപിച്ചാണ് വഴക്കുണ്ടാക്കിയത് എന്ന് അഖില പറയുകയുണ്ടായി. ഇതിനുശേഷമാണ് ആ യുവതി നേരെ ഈ ലോഡ്ജിലേക്ക് വരുന്നത്. അങ്ങനെ അന്നത്തെ ദിവസം അവരവിടെ താമസിച്ചു. പിറ്റേ ദിവസം ഈ അഖില വിളിച്ചിട്ട് ഈ ബിനു എടുക്കുന്നില്ല. ബിനു ഫോൺ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്, നമ്പർ ബ്ലോക്കാണ്. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ആളുകളെ കൊണ്ട് ഈ ബിനുവിനെ വിളിപ്പിച്ചപ്പോൾ ബിനു പറഞ്ഞു, ഞാൻ കൊട്ടാരക്കര നിൽക്കുകയാണെന്ന്. കൊട്ടാരക്കര നിൽക്കുകയാണെന്ന് മാത്രമല്ല അതിൻ്റെ തെളിവും അയാൾ കൊടുത്തു. കൊട്ടാരക്കര എന്ന് പറയുമ്പോൾ കുണ്ട്രയ്ക്കടുത്താണ്, അഖിലയുടെ വീടിന് അടുത്ത് തന്നെ ഉണ്ട്. അങ്ങനെ അഖില അവിടെ നിന്ന് വെക്കേറ്റ് ചെയ്ത് 4-ാം തീയതി രാവിലെ അവിടെ നിന്നും പോയി. അതിനുശേഷമാണ് ഇക്കഴിഞ്ഞ ഞായറാഴ്ച വീണ്ടും വരുന്നത്. ഞായറാഴ്ച വീണ്ടും ഇതുപോലെ അഖില വിളിച്ചു. അങ്ങനെ റൂം ഇവർ ഒഴിപ്പിച്ചിട്ടു. സ്ഥിരമായി വരുന്നവരാണല്ലോ, അപ്പോൾ റൂം ഇവർ ഒഴിപ്പിച്ചിട്ടു. ആദ്യം വന്നത് ബിനുവാണ്. ബിനു നന്നായിട്ട് മദ്യപിച്ചിരുന്നു എന്നുള്ളതാണ് മൊഴി. ബിനു നല്ല രീതിയിൽ മദ്യപിച്ചാണ് വന്നത്. അപ്പോൾ അയാൾ വന്ന ശേഷം പിന്നാലെ 8 മണിക്ക് അയാൾ വരുന്നു. 8:30യോടുകൂടി അഖില ലോഡ്ജിലേക്ക് എത്തി. തുടർന്ന് ബിനു ഉള്ള മുറിയിലേക്ക് ഈ റിസപ്ഷനിസ്റ്റ് ചോദിച്ച ശേഷം ബിനുവിന് ഉള്ള മുറിയിലേക്ക് അഖില പോവുകയും ചെയ്തു. രാത്രി 9:30യോടുകൂടി ഇയാൾ വീണ്ടും ഈ ബിജുവിൻ്റെ അരികിലേക്ക് വന്നു. ബിജുവിൻ്റെ അരികിൽ വന്നിട്ട്, അവിടുത്തെ ജീവനക്കാരനാണല്ലോ ബിജുവിൻ്റെ അരികിൽ വന്നിട്ട് പറഞ്ഞു, ഇതുപോലെ എനിക്ക് കുറച്ച് വെള്ളം വേണം, കുടിക്കാൻ കുറച്ച് വെള്ളം വേണം എന്ന് പറഞ്ഞു. അങ്ങനെ ഇദ്ദേഹം വെള്ളം എടുത്തു കൊടുത്തു. ഈ വെള്ളവുമായിട്ട് വീണ്ടും ഇയാൾ മുകളിലേക്ക് പോയി. ഇത് കഴിഞ്ഞിട്ടാണ് 11 മണിക്ക് ഇയാളുടെ സുഹൃത്തിന് വിളി പോകുന്നത്. ബിനുവിൻ്റെ സുഹൃത്തിനെ ബിനു വിളിക്കുന്നു. ബിനുവിൻ്റെ സുഹൃത്തിനെ ബിനു വിളിച്ചിട്ട് ബിനു പറഞ്ഞു, ഞാൻ അഖിലയെ 11 മണിക്ക് ശേഷം വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ അഖിലയെ കൊലപ്പെടുത്തി എന്ന് പറഞ്ഞു. ഈ സുഹൃത്തിനെയാണ് അഖില വിളിച്ചിട്ട് ഞങ്ങൾക്ക് വിവാഹം കഴിക്കണമെന്ന്, എന്നെ വിവാഹം കഴിക്കാൻ ബിനു തയ്യാറാവുന്നതിലുമൊക്കെ പരാതി പറയുകയും ഓരോ കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തത്. അപ്പോൾ ഇത് കേട്ട അയാൾ വിശ്വസിച്ചില്ല. അപ്പോൾ അയാൾ പറഞ്ഞു, ഇത് ഞാൻ വിശ്വസിക്കില്ല. അയാൾ ഭയപ്പെട്ടു പോയി. ഒരാളെ കൊലപ്പെടുത്തി എന്നാണല്ലോ പറയുന്നത്. പാതിരാത്രിയിൽ വിളിച്ചിട്ട് ഒരാളെ കൊലപ്പെടുത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഭയപ്പെടുമല്ലോ. അപ്പോൾ ഈ ബിനു എന്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സുഹൃത്തിനെ വീഡിയോ കോൾ വിളിച്ചു. വീഡിയോ കോൾ വിളിച്ചപ്പോൾ ഈ ബോഡി അവിടെ കിടപ്പുണ്ട്. അങ്ങനെ ഇയാൾ ഭയന്നു പോയി. പ്രത്യേകിച്ചും ഒരു കൊലപാതകമാണ്. അതായത് ഇയാൾ വിളിച്ചിട്ട് ഇയാൾക്ക് അതിലുള്ള മനസ്താപമാണ് പറയുന്നത് ബിനുവിന്. പെട്ടെന്നുണ്ടായ പ്രകോപനത്തിൽ ഞാൻ അഖിലയെ കൊലപ്പെടുത്തി എന്നുള്ളതാണ് ഇയാൾ പറയുന്നൊരു കാര്യം. ഇയാൾ നല്ല ഫിറ്റുമാണ്. അങ്ങനെ ഇയാൾ കുറ്റബോധം കൊണ്ട് വിളിക്കുകയാണ് സുഹൃത്തിനെ. പക്ഷേ സുഹൃത്ത് എന്ത് ചെയ്യും? സുഹൃത്ത് പോലീസിൽ റിപ്പോർട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സുഹൃത്ത് കൂട്ടുപ്രതിയാവും. വിവരം അറിഞ്ഞിട്ടും പോലീസിനെ അറിയിക്കാതിരിക്കുക എന്ന് പറയുന്നത് പ്രതിയെ സഹായിക്കുന്നതിന് തുല്യമാണ്. ആ സുഹൃത്ത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിൾ എടുത്തു വെച്ച് ഗൂഗിളിൽ ആലുവ പോലീസ് സ്റ്റേഷൻ്റെ ലാൻഡ് ഫോൺ നമ്പർ കണ്ടുപിടിച്ചു. ആലുവ പോലീസ് സ്റ്റേഷനിലേക്ക് രാത്രി 12:30യോടുകൂടി വിളി പോയി. ആലുവ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് ഇയാൾ ഈ സുഹൃത്ത് ഈ കാര്യം പോലീസിനോട് വിവരിച്ചു. സ്വാഭാവികമാണ്, ഏത് സുഹൃത്താണെങ്കിലും, ഇനി എത്ര വലിയ സുഹൃത്താണെങ്കിലും അയാൾ ഈ വിവരം എന്ത് ചെയ്യും? ആരോടെങ്കിലും ഷെയർ ചെയ്യും. എന്നെ വിളിച്ച് ഇന്ന ആൾ, ക്രിമിനൽ പശ്ചാത്തലമില്ലാത്ത ആൾ, ഇന്നതുപോലെ ബിനു എന്ന് പറയുന്ന ഒരു സുഹൃത്ത് എന്നെ വിളിച്ച് ഇത് പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേൾക്കുന്ന ആൾ പറയും, നീ എത്രയും പെട്ടെന്ന് അത് പോലീസെ അറിയിക്കില്ലെങ്കിൽ നീ പെട്ടുപോകും എന്ന് പറയും. ഇതുപോലെ വിളി പോയി. പോലീസ് വിവരം അറിഞ്ഞു. പോലീസ് നേരെ തോട്ടുങ്കൽ ലോഡ്ജിലേക്ക് വരുന്നു. അതിന് മുമ്പ് തന്നെ അവിടുത്തെ റിസപ്ഷനിലേക്ക് പോലീസിൻ്റെ വിളി പോയി. അവിടെ പോയി ഒന്ന് നോക്കാൻ പറഞ്ഞു. അതായത് പ്രതി ചാടിപ്പോകാൻ പാടില്ലല്ലോ, പ്രതി രക്ഷപ്പെടാൻ പാടില്ല. അങ്ങനെ തന്ത്രപൂർവ്വം അത് കൈകാര്യം ചെയ്യാൻ പോലീസിൻ്റെ നിർദ്ദേശം പോയി. പിന്നെ ആലുവ പോലീസിന് നിമിഷ നേരം മതിയല്ലോ തോട്ടുങ്കലിലേക്ക് വരാൻ, ലോഡ്ജിലേക്ക് വരാൻ നിമിഷ നേരം മതി. അവരെത്തിയപ്പോൾ ഇയാൾ നേരെ പോലീസിന് നേരെ നടന്നു ചെന്നു. നിങ്ങൾ തേടി വന്നത് എന്നെ തന്നെയാണെന്ന് പറഞ്ഞ് ഇയാൾ നേരെ പോയി പോലീസ് ജീപ്പിൽ കയറി. പോലീസ് ജീപ്പിൽ സ്വമേധയാ കയറിയിരുന്നു. പോലീസ് പോയി റൂമിനകത്ത് നോക്കിയപ്പോൾ ഈ ബോഡി അവിടെ ബാത്റൂമിൻ്റെ സൈഡിൽ കിടക്കുകയാണ്. കഴുത്ത് ഞെരിച്ച്
കൊലപ്പെടുത്തിയിരിക്കുകയാണ്. മറ്റ് മർദ്ദനങ്ങളൊന്നും തന്നെ കണ്ടെത്താൻ പോലീസിന് പ്രഥമ ദൃഷ്ട്യാ സാധിച്ചില്ല. അങ്ങനെ പോലീസ് ഇയാളെ നേരെ കസ്റ്റഡിയിലെടുത്ത് ആലുവ സ്റ്റേഷനിലേക്ക് മാറ്റി. ഈ സമയത്തൊന്നും ഇയാൾക്ക് ബോധമില്ല, മദ്യപിച്ച് ലക്കിയിട്ടിരിക്കുകയാണ്. അത്തരത്തിലുള്ള ഒരാളോട് കാര്യങ്ങൾ ചോദിച്ചറിയാൻ പോലീസിന് സാധിക്കില്ലല്ലോ. പോലീസ് അവിടെ ആലുവ സ്റ്റേഷനിൽ കൊണ്ടിരുത്തി. ഇതിനുശേഷം രാവിലെയോടുകൂടി ഇൻക്വസ്റ്റിന് ശേഷം ആ ബോഡി അവിടെ നീക്കി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം അഖിലയുടെ മാതാവിന് ഈ ബോഡി വിട്ടുകൊടുക്കുകയും ചെയ്തു. രാവിലെ ആയതോടുകൂടിയാണ് ഇയാൾക്ക് ഇതിനകത്തെ കുറ്റബോധം ഉണ്ടായി തുടങ്ങിയത്. അപ്പോൾ നേരം വെളുത്തു കഴിഞ്ഞപ്പോൾ താൻ ഇങ്ങനെ ഒരു വലിയ ക്രൈം ചെയ്തുവെന്നും ഇത്രയും വലിയൊരു ക്രൈം താൻ ചെയ്തു കൂട്ടി എന്നുള്ള ഒരു ബോധ്യമല്ല, ബോധ്യം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഓർമ്മയില്ലാതെ ചെയ്യുന്ന എന്നല്ല, ഒരു ക്രൈം, ഒരു കൊലപാതകം, മദ്യത്തിൻ്റെ ആസക്തി, ആ ലഹരിയുടെ ആസക്തിയിലാണ് പ്രകോപനം ഉണ്ടായി കഴിഞ്ഞപ്പോൾ അത് വലിയ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചു. അപ്പോൾ ഇങ്ങനെ ഒരു സ്ത്രീയെ താൻ കൊലപ്പെടുത്തി എന്നുള്ള കാര്യമൊക്കെ ഇയാൾക്ക് വന്നത്. ഇയാൾക്കെതിരെ കൊലപാതക കുറ്റം ചുമത്തിക്കൊണ്ട് പോലീസ് കേസെടുക്കുകയും ഇപ്പോൾ ഇവിടെ നമ്മുടെ എറണാകുളം ജില്ലാ ജയിലിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. അഖിലയുടെ ബോഡി അവിടെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം അവരുടെ ബന്ധുക്കൾക്ക് തന്നെ വിട്ടുകൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. വലിയൊരു ഡേഞ്ചറാവുന്ന ഒരു കാര്യമാണ് ഇത്തരം സംഭവങ്ങൾ. പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള ഒരാൾ വിവാഹം കഴിക്കണമെന്ന് പറയുന്നു, മറ്റേയാൾ പറ്റില്ല എന്ന് പറയുന്നു. അത് പിന്നെ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകുമ്പോൾ അതെന്തായാലും അവസാനിക്കാൻ പോകുന്ന എന്തെങ്കിലും ഒരു ക്രൈമിലായിരിക്കും. മിക്കപ്പോഴും അങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മൾ കാണാറുള്ളതുമാണ്. എറണാകുളത്തെ ഈ സംഭവം, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം, അതൊരു പ്രത്യേക ജോലി ചെയ്യുന്നതായിരുന്നു ആ സ്ത്രീ. ജോലി എന്ന് പറയാൻ പറ്റില്ല, അവരവരുടെ ഒരു വേറെ രീതിയിലൊരു ജോലിയായിരുന്നു അത്. അപ്പോൾ അവരെ തേടിയെത്തുന്ന ഒരു ക്രിമിനലായിരുന്നു. ആ ക്രിമിനലാണ് അവരെ കൊലപ്പെടുത്തിയത്. അതാണ് പിന്നീട് ആ സിനിമയൊക്കെ. തിരുവനന്തപുരത്ത് ഇത്തരത്തിലൊരു സംഭവം കുറച്ച് നാളുകളായിട്ടുള്ളൊരു അത് ഭർത്തൃമതിയായിട്ടുള്ള സ്ത്രീയായിരുന്നു. അത് അയാൾക്കായിരുന്നു വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞു. അയാൾക്ക് വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞാൽ അയാൾ വീട് വാടകയ്ക്ക് എടുത്തു. ഈ സ്ത്രീ തയ്യാറായില്ല, കാര്യം 2 കുട്ടികളുണ്ട്, അതുകൊണ്ട് അവർ തയ്യാറായില്ല. അയാൾ അവരെ കൊലപ്പെടുത്തി. അത് പാങ്ങോട് ജോലി ചെയ്യുന്നൊരു സ്ത്രീയായിരുന്നു. ആ കഥ നമ്മൾ പറഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. പറഞ്ഞിട്ടുണ്ടോ? അതെ, നേരത്തെ ഒരു മാധ്യമ മേഖലയിൽ ഉണ്ടായിരുന്ന ആളാണ്. ശരി.